കുറ്റിപ്പുറം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ബസ് സ്റ്റാൻഡ് വികസന പ്രവർത്തികൾ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായാണ് ആക്ഷേപം. ഇതിന്റെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡിന്റെ ഭൂരേഖകൾ കാണാനില്ലെന്ന അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ബസ് സ്റ്റാൻഡ് വികസന പദ്ധതിക്കുള്ള DPR തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഭൂരേഖകൾ കാണാനില്ലെന്ന വാദവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ദിവസങ്ങൾക്ക് മുൻപ് രംഗത്തെത്തിയത്. പ്രസിഡന്റിന്റെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉയർന്നത്. ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഭൂരേഖകൾ പഞ്ചായത്തിൽ നിന്നും കാണാനില്ലെന്നും മറ്റും പറഞ്ഞ പ്രസിഡന്റ് ഇത് കണ്ടെത്തുമെന്നും പ്രഖ്യാപിച്ചു. ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ചില മാധ്യമങ്ങൾ പഞ്ചായത്തിൽ നിന്നും കാണാതായ ഭൂരേഖകളുടെ സർവേ നമ്പറും മറ്റും പുറത്തുവിട്ടു. ഇതോടെ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തികൾ അട്ടിമറിക്കാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നീക്കങ്ങൾ പാളി. മാസങ്ങൾക്ക് മുൻപ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ശേഷമാണ് ബസ് സ്റ്റാൻഡിന്റെ വികസന പ്രവർത്തികൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. ഹൈവേ ജംഗ്ഷൻ മുതൽ സബ് രജിസ്ട്രാർ ഓഫീസ് വരെ ഡിജിറ്റൽ സർവേ നടത്തി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതാണ്. താലൂക്ക് സർവേയറുടെയും വില്ലേജ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ നടത്തിയ സർവേയിൽ ബസ് സ്റ്റാൻഡ് ഭൂമിയുടെ അതിരുകളും മറ്റും നിർണയിച്ച ശേഷമാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള രേഖകൾ പഞ്ചായത്തിന് സ്വകാര്യ ഏജൻസി തയ്യാറാക്കി നൽകിയത്. ഈ രേഖകൾക്ക് താലൂക്ക് സർവേയർ അംഗീകാരവും നൽകിയതാണ്. ഒന്നിലധികം സർവേ നമ്പറുകളിലാണ് നിലവിലെ ബസ് സ്റ്റാൻഡ് ഭൂമിയും അനുബന്ധ സമുച്ചയവും സ്ഥിതി ചെയ്യുന്നത്. രേഖകളുടെ അടിസ്ഥാനത്തിൽ 2 മാസം മുൻപ് പഞ്ചായത്ത് സെക്രട്ടറി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുമായി ഉപകരാർ വെച്ചതും DPR പ്ലാൻ എന്നിവ തയ്യാറാക്കുന്നതിലേക്കായി ആദ്യ ഗഡുവായി 4 ലക്ഷം രൂപ കൈമാറിയതും ആണ്. 1970 കൈമാറി കിട്ടിയ ഭൂമിയുടെ പ്രമാണമടക്കമുള്ള രേഖകൾ നിലവിൽ ഇല്ലെങ്കിലും സർവേ നമ്പറും അനുബന്ധ രേഖകളും ലഭ്യമായിരിക്കെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു രേഖയുമില്ലെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ 10-15 വർഷത്തോളമായി നമ്മുടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് അനുബന്ധ സ്റ്റാൻഡും മറ്റൊക്കെ നവീകരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മാറി വരുന്ന പല ഭരണസമിതിയും പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. DPR ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ നിരവധി തവണ, അതായത് 3 ടേമായിട്ട് പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ 10-20 വർഷത്തോളമായി കുറ്റിപ്പുറത്ത് ഓട്ടോ ഓടുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ്. പക്ഷെ ഈ ഒരു സമയം നമുക്ക് പല സമയത്തും പല വാഗ്ദാനങ്ങളും തന്നുകൊണ്ട് നമ്മളെ പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് ഒരു ചെറിയ വർക്ക് എന്തോ ചെയ്തെന്നല്ലാതെ പിന്നെ പൊതുജനങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓടയും മറ്റുമൊക്കെ നവീകരിക്കുക എന്നല്ലാതെ ഇതുവരെ അവിടുത്തെ കൃത്യമായിട്ട് ബങ്കുകൾ ഒരു നവീകരണം നടത്തുകയോ ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുതായിട്ട് വരും, അതിനോടനുബന്ധിച്ച് പല കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് പാർക്കിങ്ങും മറ്റുമായിട്ട് ഓട്ടോ സ്റ്റാൻഡ്, മറ്റ് ടാക്സി സ്റ്റാൻഡ് എല്ലാം നവീകരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും ഈ കാലയളവ് വരെ 3 ടേമിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ UDF ആണ്. എങ്കിൽ പോലും ഇതുവരെ ആയിട്ട് മാറി വരുന്ന ഭരണസമിതിയിൽ നിന്നും, അതായത് UDFന്റെ ഭരണസമിതി ആണെങ്കിൽ കൂടിയും ഇതുവരെ ഒരു തവണ പോലും നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് നവീകരണവുമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കാലയളവിൽ കഴിഞ്ഞ കുറച്ച് കാലമായി അവിടെ UDFന്റെ ഏകാധിപത്യമായ ഭരണമാണ് നടക്കുന്നതെങ്കിലും അവരെ ഗ്രൂപ്പിസ കളി കാരണം നമ്മുടെ കുറ്റിപ്പുറത്ത് ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വികസനവും ഇതുവരെ വരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മൊത്തത്തിൽ പൊതുജനങ്ങൾക്കും ഇവിടെയുള്ള വ്യാപാരികൾക്കും മറ്റുമായിട്ട് എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അത് പറയാന്ന് പറയുമ്പോൾ ഈ 5 വർഷത്തെ കാലയളവിൽ എത്ര പ്രസിഡന്റുമാരാണ് അവിടെ വന്നു പോയിട്ടുള്ളത്? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതായത് ഒരാൾ കൃത്യമായിട്ട് ഒരു രേഖ ഉണ്ടാക്കും, ആ രേഖ എവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്തു വെക്കും, പിന്നെ അടുത്ത പ്രസിഡന്റ് വരുമ്പോൾ ആ രേഖ കാണാനില്ല. ഈ ഒരു അവസ്ഥ അവിടെ പത്രത്തിൽ കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അവിടുത്തെ ജീവനക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ ആരോടെ എന്ന് ചോദിക്കുക. ഇതിൽ കൃത്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക്, നിലവിലുള്ള UDF ഭരണസമിതിക്കാനാണ് അതിൽ എല്ലാ പങ്കാളിത്തമുള്ളത്. മാറി വരുന്ന അവരെ പ്രസിഡന്റുമാര് അവിടെയും ഗ്രൂപ്പിസം കളിച്ചുകൊണ്ട് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളോടും അവിടെ വരുന്ന മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ജനങ്ങളോട് മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടുപോകുന്നത്. രേഖകൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയിൽ മാറി വരുന്ന ഈ പ്രസിഡന്റുമാർക്ക് തന്നെയാണ്. ഇപ്പോഴും ഒരു പ്രസിഡന്റ് നിൽക്കുകയാണെങ്കിൽ ഇനിയും പ്രസിഡന്റ് മാറുമെന്നുള്ള ഈ കാലാവധിയോട് അവസാനിക്കാൻ പോവുകയാണ്. എന്നിട്ടും പുതിയ പ്രസിഡന്റ് വരുമോ ഇല്ല എന്നുള്ള ഒരു ശങ്കയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഒരു രീതി തുടർന്ന എല്ലാ രേഖകളും നഷ്ടപ്പെടും. പൊതുജനങ്ങൾക്ക് ഇനിയും ഈ അടുത്ത കാലത്തൊന്നും അവിടെ ഒരു ബസ് സ്റ്റാൻഡ് നവീകരണം ഉണ്ടാവുമെന്ന്
നമുക്കൊരു ഉറപ്പില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2020 ആദ്യ ബജറ്റിൽ 1 കോടി രൂപയും 2022 പ്രതീക്ഷിത വരുമാനമായി 25 കോടി രൂപയുമാണ് വകയിരുത്തിയത്. 55 വർഷം മുൻപാണ് പൊതുമരാമത്ത് വകുപ്പ് തിരൂർ റോഡ് മുതൽ പഴയ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭൂമി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയത്. പിന്നീട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും മറ്റുമായി പ്രദേശവാസികളിൽ ചിലർ ഭൂമി സൗജന്യമായും വിട്ടു നൽകുകയായിരുന്നു. ഈ ചാനൽ കുറ്റിപ്പുറം. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ്.